ഷാർജ അൽ നഹ്ദയിൽ 1.5 വയസ്സുകാരി മകളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയ വിഭജിക മണിയൻ സംഭവത്തിന് കുറച്ചുനാൾ മുൻപ് തന്നെ ആത്മഹത്യയ്ക്ക് തീരുമാനിച്ചതായി തെളിഞ്ഞു. 33-കാരിയായ യുവതി ബന്ധുവായ ഗുരുവായൂർ സ്വദേശിനിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പൊതി ഏൽപ്പിക്കാൻ സുഹൃത്തിനെ ഏൽപ്പിച്ച ശേഷമായിരുന്നു മകളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയത്. താൻ നാട്ടിലേക്ക് പോവുകയാണെന്നും പൊതി ബന്ധുവിനെ 2 ദിവസം കഴിഞ്ഞ് ഏൽപ്പിക്കണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടത്. സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ ബാങ്ക് ATM കാർഡുകൾ, നാട്ടിലെ ബാങ്ക് ലോക്കറിന്റെ താക്കോൽ, 1000 ദിർഹം എന്നിവയും പൊതിയിലുണ്ടായിരുന്നു. വിഭജികയുടെ സഹോദര ഭാര്യയുടെ അടുത്ത ബന്ധുവാണ് ഗുരുവായൂർ സ്വദേശിനി. താനും മകളും നാട്ടിലേക്ക് പോവുകയാണെന്നും തിരിച്ചു വരുന്നത് വരയ്ക്കും സൂക്ഷിക്കാനാണ് കൈമാറുന്നതെന്നുമായിരുന്നു സുഹൃത്തിനോട് വിഭജിക പറഞ്ഞിരുന്നത്. നേരിട്ട് ബന്ധുവിന് കൈമാറിയാൽ നാട്ടിലേക്ക് പോകുന്നുവെന്ന് കള്ളം പറയാനാകില്ല എന്നതായിരുന്നു ഇടയ്ക്ക് സുഹൃത്തിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതിന്റെ കാരണമായി ബന്ധുസ്ത്രീ കരുതുന്നത്. വിഭജികയെ ഏറെക്കാലമായി അറിയാം. അവൾക്ക് ഭർത്താവുമായുള്ള പ്രശ്നവും നന്നായി അറിയാമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഫോണിൽ കുറേ നേരം സംസാരിക്കും, പലപ്പോഴും നേരിട്ടും. നിതീഷ് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു, മകളെ ഒട്ടും പരിഗണിക്കുന്നില്ല എന്നൊക്കെ വിഷമിച്ചുകൊണ്ട് വിവരിക്കുമ്പോൾ ഇതൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നതിലും നല്ലത് വിവാഹമോചനം നേടുന്നതല്ലേ എന്ന് ഉപദേശിക്കുമായിരുന്നു. മകൾക്ക് 2.5 വയസ്സെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിന് തയ്യാറാണെന്നുമായിരുന്നു മറുപടി. ഇക്കാര്യങ്ങളെല്ലാം നിതീഷുമായി സംസാരിച്ചപ്പോഴൊക്കെ ഗൗരവമായ പ്രശ്നമൊന്നുമില്ലെന്നും അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് എപ്പോഴും ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നുമായിരുന്നു പ്രതികരണം. എന്നാൽ ഇക്കാര്യം വിഭജിക നിഷേധിച്ചിരുന്നു. ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാലെങ്കിലും നിതീഷിന് തന്നോടും മകളോടുമുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകട്ടെ എന്ന് വിഭജിക കരുതി കാണുമെന്നും ഒരിക്കലും ആ കടുങ്കൈ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നില്ലെന്നും ബന്ധുവായ സ്ത്രീ പറയുന്നു. വിവാഹമോചന വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് വേണമെന്നും ആവശ്യപ്പെട്ട് അടുത്തിടെ നിതീഷ് തന്നെയും ഭർത്താവിനെയും ഫോൺ വിളിച്ചിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭജികയെയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഹ്ദയിലെ ഫ്ളാറ്റിൽ ഒരേ കെയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ നേരം വിളിച്ചിട്ടും ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കാത്തതിനാൽ വീട്ടുജോലിക്കാരി വിഭജികയുടെ ഭർത്താവിനെ ഫോൺ വിളിച്ചു വരുത്തി വാതിൽ തുറന്നപ്പോഴാണ് 2 പേരും മരിച്ചതായി കണ്ടെത്തിയത്. ഈ സമയം നിതീഷ് വിഭജികയുടെ ഫോൺ കൈക്കലാക്കിയെന്ന് സംശയിക്കുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭജികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു വിഭജിക. മാത്രമല്ല, വിഭജികയുടെ മൊബൈൽ ഫോണും ഭർത്താവ് കൈക്കലാക്കിയതായി കരുതുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയത്. ഇതിനിടെ വിഭജികയുടെ ദീർഘമായ ചരമക്കുറിപ്പ്, അതായത് അവരുടെ ആത്മഹത്യാക്കുറിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തന്നെ മാനസികമായും ശാരീരികമായും ഭർത്താവും അയാളുടെ പിതാവും സഹോദരിയും ചേർന്ന് പീഡിപ്പിച്ചതിന്റെ വിശദ വിവരങ്ങളാണ് അതിലുള്ളത്. എന്നാൽ ഏറെ നേരം കഴിയും മുൻപ് തന്നെ ഈ കുറിപ്പുകൾ, ഈ പോസ്റ്റുകളെല്ലാം ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമായി. ഒരുപക്ഷെ നിതീഷ് തന്നെയായിരിക്കും ആ ഫോൺ കൈക്കലാക്കിയതെല്ലാം ഡിലീറ്റ് ചെയ്തതെന്നും ബന്ധുക്കൾ വിശ്വസിക്കുന്നു. നിതീഷിനും അയാളുടെ പിതാവിനും നിതീഷിന്റെ പെങ്ങൾക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിഭജിക കത്തിൽ എഴുതിയിരിക്കുന്നത്. ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറിയതായും സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നുവെന്നും കുറിപ്പിലുണ്ട്. മരിക്കാൻ ഒരാഗ്രഹവുമില്ല, മകളുടെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല, ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുത്. തന്റെ മരണത്തിൽ നിതീഷ് മോഹൻ, ഭർത്തൃ സഹോദരി നീതു എന്നിവരാണ് 1-ാം പ്രതികൾ. 2-ാം പ്രതി ഭർത്താവിന്റെ പിതാവ് മോഹനൻ. അച്ഛൻ അപമര്യാദയായി പെരുമാറിയെന്നറിഞ്ഞിട്ടും നിതീഷ് പ്രതികരിച്ചില്ല. അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണെന്നായിരുന്നു മറുപടി. ഫിസിക്കലി ഉപയോഗിച്ചിട്ട് എപ്പോഴും അബദ്ധം പറ്റിയതാണെന്ന് പറയും. ഒരേ സമയം എന്നോടും നിതീഷിന്റെ പെൺസുഹൃത്തിനോടുമൊപ്പം കിടക്ക പങ്കിടും. ആ പെണ്ണിന്റെ ഭർത്താവിന് കാര്യങ്ങൾ അറിയാം. ഒരു തവണ നിതീഷിനെ വിളിച്ച് അയാൾ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വൈകൃതമുള്ള മനുഷ്യനാണ് നിതീഷ്. കാണാൻ പാടില്ലാത്ത വീഡിയോകൾ കണ്ടിട്ട് അതെല്ലാം ബെഡിൽ വേണമെന്ന് ആവശ്യപ്പെടും. ഭാര്യയുടെ കൂടെ കിടക്കുന്നതിനെ കുറിച്ച് മറ്റൊരു പെണ്ണിനോട് സംസാരിക്കും. സഹിക്കാൻ വയ്യ, പട്ടിയെ പോലെ തല്ലും, ആഹാരം തരില്ല. എൻ്റെ ലോക്കറിന്റെ താക്കോൽ നിതീഷിന്റെ അച്ഛൻ്റെ കയ്യിലായിരുന്നു. അത് ഞാൻ വാങ്ങിയതും വലിയ പ്രശ്നമായി. എൻ്റെ ഓഫീസിലെ എല്ലാവർക്കും കൂട്ടുകാർക്കും ഇതെല്ലാം അറിയാം. നിതീഷും പെങ്ങളും അച്ഛനും കൂടി എന്നെ ദ്രോഹിക്കുന്നത് എല്ലാവർക്കും അറിയാം. അമ്മായിയച്ഛൻ എന്നോട് മോശമായി പെരുമാറിയിട്ടും നിതീഷ് ഒന്നും പ്രതികരിച്ചില്ല. നാത്തൂൻ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. എന്നെ ചൊല്ലി നിതീഷുമായി കലഹമുണ്ടാക്കുകയായിരുന്നു അവരുടെ പ്രധാന ജോലി. ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നും കുറിപ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട്. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊല്ലാക്കൊല ചെയ്യുന്നു. വീടില്ലാത്തവൾ, പണമില്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചു. കുഞ്ഞിനെ ഓർത്ത് തന്നെ വിടാൻ കെഞ്ചിയിട്ടും ഭർത്തൃ സഹോദരി കേട്ടില്ല.
ഒരിക്കൽ ഇവരുടെ വാക്കും കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കി. മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ എൻ്റെ വായിൽ കുത്തിക്കയറ്റി. അവളുടെ പേരും പറഞ്ഞ് ഗർഭിണിയായിരുന്ന എൻ്റെ കഴുത്തിൽ ബെൽറ്റിട്ട് വലിച്ചു. ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. ഗർഭിണിയായി 7-ാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും കത്തിൽ പരാമർശമുണ്ട്. ജീവിതത്തിലെ സമ്മർദ്ദമെല്ലാം ഞാനാണ് അനുഭവിക്കുന്നത്. വീട്ടുകാര്യങ്ങളെല്ലാം നോക്കേണ്ടതും കുഞ്ഞിനെ നോക്കേണ്ടതുമെല്ലാം ഞാൻ തന്നെ. എൻ്റെ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു. നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി. ഒരു വർഷത്തിനിടയ്ക്ക് അയാൾ കൊച്ചിനെ 4-5 തവണ മാത്രമേ വെളിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ. അതും നാട്ടുകാരെ ബോധിപ്പിക്കാൻ അമ്പലത്തിലോ മറ്റോ ഒന്ന് കൊണ്ടുപോകും. എന്നാൽ അയാളുടെ സഹോദരിയോടും അവരുടെ കുട്ടിയോടുമൊപ്പം എപ്പോഴും യാത്ര ചെയ്തും മറ്റും സന്തോഷത്തോടെ കഴിയുന്നു. അയാളുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിധം വളരെ മോശമാണ്. അതുകൊണ്ട് അതിവിടെ ഞാൻ പറയുന്നില്ല. ഞാനും മോളും ഇവിടെ ഉരുകി കഴിയുകയാണ്. തുടക്കത്തിലൊക്കെ നിതീഷ് തന്നെ തല്ലുമായിരുന്നുവെങ്കിലും കാര്യങ്ങൾ നോക്കുമായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി തനിക്ക് വെള്ളമോ ആഹാരമോ വസ്ത്രമോ ഒന്നും തരില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്നെ അവർക്ക് ഒരു മാനസിക രോഗിയാക്കണം. എൻ്റെ കൂട്ടുകാർക്കും ഓഫീസിലുള്ളവർക്കും നിതീഷും അയാളുടെ സഹോദരിയും അച്ഛനും ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് അറിയാമെന്നും പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. തന്നിൽ നിന്ന് നിതീഷ് അകലാൻ കാരണം മറ്റൊരു യുവതിയുമായുള്ള അടുപ്പമാണെന്ന് വിഭജിക ബന്ധുവിനോട് പറയുമായിരുന്നു. ഇതിനുള്ള തെളിവായി അവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും വിഭജിക നിതീഷിന്റെ ഫോണിൽ നിന്ന് കൈവശപ്പെടുത്തിയിരുന്നു. നിതീഷ് മദ്യപിച്ചു വന്നപ്പോൾ അയാൾ അറിയാതെ എടുത്തതാണെന്നായിരുന്നു ബന്ധുവിനോട് പറഞ്ഞത്. ആ യുവതി ഇടയ്ക്ക് കാണാറുള്ളതായും പണം അയച്ചു കൊടുത്തതായും ചാറ്റുകളിലുണ്ട്. യുവതിയുമായുള്ള അടുപ്പത്തിന് ശേഷമാണ് തന്നോടും മകളോടുമുള്ള മോശം പെരുമാറ്റം ശക്തിപ്പെട്ടതെന്നും വിഭജിക വിശ്വസിച്ചിരുന്നു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന വിഭജികയും ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറായ നിതീഷും കുറച്ചു കാലമായി പിണക്കത്തിലായിരുന്നു. ഇരുവരും വെവ്വേറെ സ്ഥലത്താണ് താമസിച്ചിരുന്നതും. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭജികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും വിഭജിക പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരിക്കുന്നതും. അതേസമയം കൊച്ചുമകളെ ഒരിക്കലെങ്കിലും കാണാനാകാത്ത അതികഠിന ദുഃഖത്തിലാണ് വിഭജികയുടെ പിതാവ് മണിയൻ പിള്ള. കഴിഞ്ഞ 20 വർഷത്തോളമായി കുവൈറ്റിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഇദ്ദേഹം താമസ കുടിയേറ്റ രേഖാ പ്രശ്നം മൂലം കഴിഞ്ഞ 3 വർഷമായി നാട്ടിൽ പോയിട്ടില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഷാർജയിൽ മകളുടെയും കൊച്ചുമകളുടെയും ദാരുണ മരണം അറിഞ്ഞതിൽ പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നും മകളുടെയും 1.5 വയസ്സുള്ള കൊച്ചുമകൾ വൈഭവിയുടെയും മരണത്തിന് ഉത്തരവാദിയായവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങി നൽകും വരെ തനിക്കിനി വിശ്രമമില്ലെന്നും അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു. മകളെയും കൊച്ചുമകളെയും നഷ്ടപ്പെട്ട തീരാ ദുഃഖത്തിൽ തന്നെയാണ് വിഭജികയുടെ മാതാവും. കൊച്ചിനെ ഇവിടെ എത്തിക്കണം. അതിനുപരി അവനെയും അവന്റെ പെങ്ങളെ അച്ഛനെയും വിട്ടുകൊടുക്കരുത് പോലെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് എവിടെ അറ്റം വരെ പോയോ ആ അറ്റം വരെയുള്ള ശിക്ഷ അവന് മേടിച്ചു കൊടുക്കണം. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹങ്ങൾ എന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അധികൃതർ പറഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം 16 നാട്ടിലെത്തിക്കാനാകുമെന്നാണ് ബന്ധുക്കൾ കരുതുന്നത്. സംസ്കാരം പിന്നീട് മാതൃസഹോദരന്റെ വീടായ പൂട്ടാണിമുക്ക് സൗവർണയിൽ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.